ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്നേ 1 കിലോയുടെ ഒരു ഗീ കേക്കിന് ഓർഡറുണ്ട്. അതിൻ്റെ റെസിപ്പിയാണേ. 1.5 കപ്പ് മൈദയിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് ഇടഞ്ഞു വെച്ചതാണ്. അതിലേക്ക് 1 പാക്കറ്റ് പാൽപ്പൊടിയും കൂടെ ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു വലിയ പാത്രം എടുക്കാം. അതിനകത്ത് വെള്ളത്തിൻ്റെ ഒരംശം പോലും ഉണ്ടാവരുത്. ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കണേ. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്, നല്ല വലിയ തരികളോട് കൂടിയ പഞ്ചസാരയാണ്. അതിലേക്ക് നമുക്ക് 3 കോഴിമുട്ടകൾ പൊട്ടിച്ചൊഴിക്കാം. ഈ പഞ്ചസാരയും മുട്ടയും കൂടെയുള്ള പാത്രം ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ പഞ്ചസാരയും മുട്ടയും കൂടെയുള്ള പാത്രം ഇതിന് മുകളിൽ വെച്ച് വിസ്ക് ചെയ്ത് എടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് വിസ്ക് ചെയ്യണേ. ഒരു 2 മിനിറ്റിനടുപ്പിച്ച് വിസ്ക് ചെയ്തതിന് ശേഷം അതിനെ മാറ്റി വയ്ക്കാവുന്നതാണ്. എന്നും പറഞ്ഞ് അതിനെ വെച്ചിട്ട് മാറിപ്പോവരുത്, അത് ആറുന്നത് വരെ വിസ്ക് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ 3/4 കപ്പ് നെയ്യും 3/4 കപ്പ് പാലും കൂടെ എടുത്ത് വെച്ചേക്കണേ. അത് നമ്മൾ തിളപ്പിക്കേണ്ടതാണ്. അതിനെ മാറ്റി വെച്ചതിന് ശേഷം ഈ കൂട്ടിനെ വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. ചൂടാറുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിസ്ക് ചെയ്യണേ. അതിൻ്റെ തരികൾ മുഴുവൻ അലുക്കണം, അതായത് പഞ്ചസാര തരികൾ മുഴുവൻ അലുത്ത് ആ മിക്സുമായിട്ട് യോജിക്കണം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് വീണ്ടും അതിനെ വിസ്ക് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് ഒരു ക്രീമി പരുവത്തിലേക്ക് നമുക്ക് ഈ ബാറ്ററിനെ കിട്ടണേ. ഇനിയും 1 ടീസ്പൂണോളം വാനിലയുടെ എസൻസും കൂടി ഒഴിച്ച് വീണ്ടും അതിനെ ഇളക്കാം. മുട്ടയുടെ മണം കംപ്ലീറ്റ് ആയിട്ട് മാറാനാണ്. ഇതിന് ശേഷമാണ് നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ മുഴുവനായി ആഡ് ചെയ്യാൻ പോകുന്നത്. മൈദ 1.5 കപ്പ്, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി, അത്രയും സാധനം കൂടെ ഇട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് സ്പീഡിൽ മിക്സ് ചെയ്യുകയോ പതുക്കെ മിക്സ് ചെയ്യുകയോ എന്ത് വേണേലും ആകാം, കുഴപ്പമില്ല കേട്ടോ. ഈ പരുവത്തിലായതിനു ശേഷം പാലും നെയ്യും കൂടെ തിളപ്പിച്ചതിനെ നമുക്ക് ആഡ് ചെയ്ത് വേഗം തന്നെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഈ കേക്കിൻ്റെ പരിപാടി. ഈ സമയത്ത് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. 170 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്തത്. 40 മിനിറ്റ്സ് എടുക്കും ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഞാനിത് ഒരാൾക്ക് കൊടുക്കാനാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇത് കൊടുത്തു വിടാനുള്ള പാത്രത്തിലേക്കാണ് ഞാൻ ഒഴിച്ച് ബേക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെയുണ്ടല്ലോ, ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ്മ മാത്യൂസ് എന്നാണ് എൻ്റെ പേജിൻ്റെ പേര്. അതൊന്ന് ഫോളോ ചെയ്യുകയും ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ എൻ്റെ ഈ പേജുകൾ റെക്കമെൻഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഒരു സ്ക്യൂർ ഉപയോഗിച്ച് അതിനെ ഒന്ന് ഇളക്കി അതിനകത്തെ എയർ ഹോൾസിനെ റിമൂവ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഗീ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഇന്ന് ബേക്ക് ചെയ്താൽ നാളെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു മാർബിൾ കേക്കും കൂടെ കൊടുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്